പൊതുവെ സോൾജിയേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്ന നേതാക്കളെയാണ് പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ റഷ്യയുടെ സീക്രട്ട് സർവീസ് ആയിട്ടുള്ള KGB ഏജന്റായി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ സോൾജിയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ തിരിഞ്ഞു നോക്കിയ ഒരു കഥയുണ്ട്. അതിനു മുമ്പേ പുടിൻ അമേരിക്ക വിറപ്പിച്ച ഒരു ചരിത്രം പറയാം. 100 Days 100 Legend സ്റ്റോറി പാർട്ട് 7. ഇതുപോലുള്ള ഗൂസ് ബം ചരിത്രങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദ ലയൺ ഈസ് ഓൾവേസ് ലയൺ എന്ന് പറയുന്നത് പോലെ റഷ്യൻ യുക്രൈൻ പോര് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യ യുക്രൈന്റെ 20% ഭാഗങ്ങളും കീഴടക്കി കഴിഞ്ഞപ്പോൾ ഒരു വഴിയിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത യുക്രൈൻ ആയുധങ്ങൾക്കായി അമേരിക്കയോട് ഹൈ മാർസ് മിസൈലും അംബ്രാസ് ടാങ്കുകളും ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനുമായി സഹകരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതറിഞ്ഞ പുടിൻ അമേരിക്കയ്ക്ക് വാണിംഗ് കൊടുക്കുന്നു. 32 അംഗരാജ്യങ്ങളുള്ള നാറ്റോയ്ക്ക് വേണമെങ്കിൽ റഷ്യക്കെതിരെ യുക്രൈനുമായി സൗഹൃദം സ്ഥാപിക്കുകയോ സഹകരിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യാം. എന്നാൽ അമേരിക്കയുടെ ഹൈമാർസ് മിസൈലോ അംബ്രാസ് സ്ഫോടനമോ റഷ്യൻ മണ്ണിൽ വന്ന് വീണാൽ യുക്രൈൻ കത്തിത്തീരുന്നതിന് മുന്നേ അമേരിക്ക എന്റെ പട്ടാള ന്യൂക്ലിയർ ബോംബിട്ട് ചാരമാക്കിയിരിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചാണ് ഒരുത്തൻ. ഒരിക്കൽ മോസ്കോയിലെ ക്രെംലിൻ മതിലിന് സമീപത്ത് ലോക മഹായുദ്ധകാലത്ത് അതിർത്തി സംരക്ഷിക്കാനും നാസി പടയെ ചെറുക്കാനുമായി പോരാടി മരിച്ച സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ 26 മില്യൺ റഷ്യൻ അജ്ഞാത സൈനികരുടെ വീരമൃത്യു സ്മരിക്കാനായിട്ട് പുടിനും മറ്റു ഉദ്യോഗസ്ഥരും വരുന്നു. സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനത്ത മഴ പെയ്തതിനാൽ അവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മറ്റു ഒഫീഷ്യൽസും കുടയുടെ മറവിലും കെട്ടിടങ്ങൾക്കുള്ളിലുമായി ഓടി മറയുന്നു. എന്നാൽ പ്രസിഡന്റ് പുടിൻ അവിടെ തന്നെ 15 മിനിറ്റ് നേരം കനത്ത മഴയത്ത് നനഞ്ഞു നിന്ന് സൈനികരുടെ വീരമൃത്യുവിന് കൃത്യമായി റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ആദരവ് അർപ്പിക്കുന്നു. ഇത് കണ്ട വിദേശ വാർത്താ ചാനലുകളെല്ലാം പുടിനെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. ഒരു കൊടയെങ്കിലും കൊടുത്തൂടെ, അയാൾക്ക് പനി വരില്ല എന്ന തരത്തിലുള്ള കളിയാക്കലുകൾ ഉയരുന്നു. പിറ്റേന്ന് ഒരു റഷ്യൻ വാർത്താ ചാനൽ പുടിനോട് ചോദിച്ചു, ഇന്നലെ മഴയത്ത് നനഞ്ഞു വന്ന് ആദരാഞ്ജലി അർപ്പിച്ചത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഒരു കുടയെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നില്ലേ എന്ന്. ആ ചോദ്യത്തിന് പുടിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മൾ നമ്മുടെ രാജ്യത്ത് സമാധാനമായും സുരക്ഷിതമായും കഴിയാൻ വേണ്ടിയാണ് ആ സൈനികർ അന്ന് യുദ്ധത്തിൽ മരിച്ചു വീണത്. അവിടെയും മഴ പെയ്തിട്ടുണ്ടാവും, അപ്പൊ അവർ കുട പിടിച്ചാണോ യുദ്ധം ചെയ്തത്? അങ്ങനെയുള്ള സൈനികരുടെ മുന്നിൽ നിൽക്കുമ്പോൾ മഴ പെയ്യുന്നു എന്ന് കരുതി എങ്ങനെയാണ് കുട പിടിക്കാൻ തോന്നുന്നത്? വ്ളാഡിമിർ പുടിന്റെ ആ വാക്കുകൾ അവിടെ ഉള്ളവരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരെ ഒരുപോലെ ചിന്തിപ്പിച്ചു. Праздником вас! С Днем Великой Победы! Ура!